പെരിയ ഇരട്ടക്കൊലപാതക കേസിന്റെ വിധി വന്നെങ്കിലും ഒരു പ്രമുഖൻ കൂടി പ്രതിപട്ടികയിൽ വരാനും ശിക്ഷ വാങ്ങിക്കാനും സാധ്യതയേറുകയാണ്. CPM-ന്റെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗവും മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവുമായ അഡ്വക്കേറ്റ് VPP മുസ്തഫയാണ് അഴിയെണ്ണാനുള്ള സാധ്യത ഏറിവരുന്നത്. അതിനുള്ള നിയമ പോരാട്ടം തുടങ്ങുകയാണ് രക്തസാക്ഷികളുടെ കുടുംബവും പാർട്ടിയും എന്നാണ് അറിയുന്നത്. രണ്ടുപേരെ വെട്ടിക്കൊലപ്പെടുത്തുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് അതിനേറ്റവും പ്രചോദനവും അതിലേക്ക് നയിക്കുന്നതുമായ പരസ്യമായ കൊലവിളി മൈക്ക് കെട്ടി നടത്തിയത് മുസ്തഫയാണ്. കൊന്നു തള്ളുന്നതിന് ഏറ്റവും ശക്തി പകർന്ന എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ആ കൊലവിളി പ്രസംഗത്തിലുണ്ട്. അത് നമുക്ക് ആദ്യം തന്നെ കേട്ടുനോക്കാം. അവിടെ പാതാളത്തോളം ഞങ്ങൾ ക്ഷമിച്ചു കഴിഞ്ഞു. പീതാംബരനെയും സുരേന്ദ്രനെയും ഒരു പ്രകോപനവുമില്ലാതെ പകൽ നേരത്ത് ഇതുപോലെ ഒരു വൈകുന്നേരത്തിന് മിനിഞ്ഞാന്ന് മർദ്ദിക്കുന്നത് വരെയുള്ള സംഭവങ്ങൾ ഞങ്ങൾ ക്ഷമിക്കുകയാണ്. ഇത് പാതാളത്തോളമുള്ള ക്ഷമയാണ്. പക്ഷെ ഇനിയും ചവിട്ടാൻ വന്നാൽ ആ പാതാളത്തുനിന്ന് റോക്കറ്റ് പോലെ CPIM കുതിച്ചു കയറും. അതിന്റെ വഴിയിൽ പിന്നെ കല്ലോട്ടല്ല, ഗോവിന്ദൻ നായരല്ല, ബാബുരാജല്ല, ഒരൊറ്റയോരെണ്ണം ബാക്കിയില്ലാത്ത വിധത്തിൽ പെറുക്കിയെടുത്ത് ചിറയിൽ വെക്കാൻ ബാക്കിയില്ലാത്ത നേരത്ത് ചേറിപ്പോകും. അതുകൊണ്ട് അങ്ങനെ ഒരു റോക്കറ്റ് പോലെ ക്ഷമയുടെ ഈ പാതാളത്തിൽ നിന്ന് തിരിച്ച് ഞങ്ങൾ വരാനുള്ള ഇടയുണ്ടാക്കരുത്. അതുകൊണ്ട് കേൾക്കുന്ന കോൺഗ്രസുകാരും കേൾക്കാത്ത കോൺഗ്രസുകാരോട് സമാധാന യോഗമൊക്കെ വിളിച്ചിട്ട് ബേക്കർ SIയും പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെയൊക്കെയാണ് CPM പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ കേസെടുത്താലും പ്രതികളെ പിടിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് CPM-ന്റെ സ്വഭാവം രീതിയൊക്കെ അറിയാം. അവിടെ പറഞ്ഞു കൊടുത്തേ. ഇതിൽ വ്യക്തമായ അന്വേഷണം വേണമെന്നും ഈ കൊലപാതകത്തിൽ മുസ്തഫയുടെ പങ്കും ഇതോടുകൂടി വ്യക്തമാകുന്നു എന്ന പരാതിയാണ് കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും വരാനിരിക്കുന്നത്. അതിന്റെ നടപടികൾ കൊല്ലപ്പെട്ടവരുടെ കുടുംബവും പാർട്ടിയും ആലോചിച്ചു തുടങ്ങി എന്നാണ് അറിയുന്നത്. ഇത് വെറുതെയല്ല. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ഇങ്ങനെ രണ്ടാമത് പ്രതികളായവരും ശിക്ഷിക്കപ്പെട്ട് ഇപ്പോൾ അകത്ത് കിടക്കുന്നവരും ഉണ്ട് എന്നുള്ളത് കൊണ്ട് മുസ്തഫയുടെ കാര്യവും പരുങ്ങലിലാണ്. അതായത് TP ചന്ദ്രശേഖരൻ വധക്കേസിൽ വിചാരണ കോടതി വിധി ചോദ്യം ചെയ്തുകൊണ്ട് ശിക്ഷിക്കപ്പെട്ട പ്രതികൾ നൽകിയ അപ്പീൽ ഹൈക്കോടതി തള്ളുകയും ആദ്യം പ്രതികളായിരുന്ന KK കൃഷ്ണനെയും ജ്യോതിബാബുവിനെയും വെറുതെ വിടുകയും ചെയ്തിരുന്നു. അത് പിന്നീട് ജസ്റ്റിസ് ജയശങ്കരൻ നമ്പ്യാരുടെ നേതൃത്വത്തിലുള്ള ബെഞ്ച് റദ്ദാക്കിയതും നമ്മളുടെ മുന്നിലുണ്ട്. ഇപ്പോൾ നമ്മൾ കേട്ട പ്രസംഗത്തിൽ തല ചിതയിൽ വെൽക്കാൻ പോലും ബാക്കിയുണ്ടാകില്ല എന്ന് വിളിച്ചു പറഞ്ഞ മുസ്തഫയെ പോലെ TP ചന്ദ്രശേഖരന്റെ തല പൂങ്കുല പോലെ ചിതറിത്തെറിക്കും എന്നു പറഞ്ഞവരാണ് പിന്നീട് അകത്ത് കിടക്കേണ്ടി വന്നത്. അതാണ് മുസ്തഫയുടെ കാര്യത്തിലും സംഭവിക്കാൻ പോകുന്നത് എന്നാണ് ചില സൂചനകൾ ലഭിക്കുന്നത്. അവരും ഇങ്ങനെ കൊലവിളി നടത്തിയ നേതാക്കന്മാരായിരുന്നു. TP ചന്ദ്രശേഖരന്റെ കാര്യത്തിൽ CPM ഒഞ്ചിയം ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു KK കൃഷ്ണൻ. അതുപോലെ കുന്നോത്ത് ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു ജ്യോതി ബാബു. ഇവരാണിപ്പോൾ ആദ്യം പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും വെറുതെ വിടുകയും ചെയ്ത ഇവർക്കും ഇപ്പോൾ ശിക്ഷ ലഭിച്ചിരിക്കുന്നതും ജീവപര്യന്തം അകത്ത് കിടക്കുന്നതും. 2012 കൊല ചെയ്യപ്പെട്ട TP വധക്കേസിൽ പലരെയും ശിക്ഷിച്ചിട്ടും യഥാർത്ഥ പ്രതികൾ എന്ന് വ്യക്തമായവരെ പൂട്ടാൻ അദ്ദേഹത്തിന്റെ വിധവ KK രമ അന്ന് MLA അല്ലെങ്കിലും അവർ നടത്തിയ നിയമ പോരാട്ടത്തിൽ 2019 വീണ്ടും പ്രതികളായി രണ്ടുപേരെ കൂടി കണ്ടെത്തുകയായിരുന്നു. അതുപോലെ കല്യോട്ട് കൊല ചെയ്യപ്പെട്ട കുട്ടികളുടെ കുടുംബവും നിയമ പോരാട്ടം നടത്തി മുസ്തഫയെ അകത്താക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിനേറ്റവും വലിയ തെളിവായിട്ടാണ് മുസ്തഫയുടെ പ്രസംഗം ഇന്നും നിലനിൽക്കുന്നത്. അതിനുശേഷം മുസ്തഫയെ കാസർഗോട്ടെ ലോക്സഭാ സ്ഥാനാർത്ഥിയാക്കാൻ നോക്കിയെങ്കിലും അതിൽ നിന്നും മാറ്റിയതും ഈ കാരണം കൊണ്ട് എന്ന് മനസ്സിലാക്കുകയാണ്. മുൻ MLA-യും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ KV കുഞ്ഞിരാമൻ അകത്തായത് തന്നെ പാർട്ടിക്ക് വലിയ ക്ഷീണമാണ് ജില്ലയിൽ വരുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ K മണികണ്ഠൻ എന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ശിക്ഷയും പാർട്ടിയെ പിടിച്ചു കുലുക്കിയിരിക്കുന്നു. അതിനൊപ്പമാണ് ഇപ്പോൾ ജില്ലയിലെ ഏറ്റവും പ്രമുഖനായ ഒരു നേതാവായ മുസ്തഫയെ കൂടി പ്രതി ചേർക്കാനും ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനും കുടുംബം ഒരുങ്ങുന്നത്. ഇത് കാസർഗോട്ടെ CPM കേന്ദ്രങ്ങളെ പിടിച്ചു കുലുക്കുന്നത് തന്നെയാണ്.